സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണി അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. കൺമണി പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഞാനായിട്ട് അലികയ്ക്ക് നഷ്ടപ്പെടുത്തിയ കാര്യം ഞാൻ തന്നെ തിരിച്ചു കൊടുക്കാൻ പോവുക. അതുകൊണ്ട് ഇനി ഒരു നല്ല ഡിസൈൻ തന്നെ അലികയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. എനിക്ക് ഞാൻ കാരണം അലികയ്ക്ക് ഉണ്ടായ നഷ്ടങ്ങളൊക്കെ എനിക്ക് അതിലൂടെ തിരിച്ചു കൊടുക്കാൻ പറ്റിയേക്കും എന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് കൺമണി അങ്ങനെ ചിന്തിക്കുന്നത്. അതോടൊപ്പം ദേവ് സാറിനോട് എല്ലാ കാര്യങ്ങളും പറയാമെന്നും കൺമണി ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ദേവ്ജി കൺമണിയെ മനസ്സിലാക്കുമെന്നുള്ള കാര്യത്തില് കൺമണിക്ക് ആശങ്കയുണ്ട്. എങ്കിലും എല്ലാ കാര്യവും നടത്തി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് വിഘ്നേശ്വരനോട്. ഈ സമയത്താണ് വരുൺ വിളിക്കുന്നത്. കൺമണിക്കാണെങ്കിൽ വരുണിന്റെ കോള് വരുമ്പോഴേ ടെൻഷൻ ആവുന്നുണ്ട്. എന്തായാലും ആ കോൾ അങ്ങോട്ട് കട്ട് ചെയ്തേക്കാന്ന് വിചാരിക്കുകയാണ് കൺമണി. ഇതേ സമയം വരുണാണെങ്കിൽ അക്കാര്യം മനോജിനോട് പറയുന്നുണ്ട്. ദേ കണ്ടില്ലേ, അവളെന്റെ കോള് വന്നപ്പോഴേ കട്ട് ചെയ്തു. കൺമണി ഫോൺ എടുക്കില്ല എന്ന് തന്നെ വരുൺ സ്ഥാപിക്കുന്നുണ്ട്. അതേസമയം കൺമണിയാണെങ്കിൽ വരുണിന്റെ ഫോണെല്ലാം അവഗണിച്ച് പ്രാർത്ഥനയിൽ തന്നെ മുഴുകുന്നു. തുടർന്ന് വരുൺ മനോജിനോടായിട്ട് പറയുന്നുണ്ട്, മനോജേട്ടന് അവളെ ഇത്രയും കാലമായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ വെറും 5 ദിവസം കൊണ്ട് ഞാൻ അവളെ മനസ്സിലാക്കിയെടുത്തു. അവളുടെ കംപ്ലീറ്റ് കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവള് ഫോൺ എടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട, അവള് ഫോൺ എടുക്കില്ല. അങ്ങനെ തന്നെ പറയണം കേട്ടോ വരുൺ മനോജിനോട്. ഇനി വരുൺ വിളിച്ചിട്ടാണോ എടുക്കാത്തത്, ഞാൻ വിളിച്ചാൽ എടുക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് മനോജ് കൺമണിയെ വിളിക്കാൻ തുടങ്ങുന്നുണ്ട്. കൺമണിയാണെങ്കിൽ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ് കണ്ണടച്ചുകൊണ്ട്. അപ്പോ കൃഷി കൺമണിയുടെ അടുത്ത് ചെന്നിട്ട് കൺമണിക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകുകയാണ്. മനോജ് വിളിച്ചിട്ടും കൺമണി എടുക്കാത്തത് കാണുമ്പോൾ വരുൺ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് മനോജിനോട്, നമ്മളൊന്നും വിളിച്ചിട്ട് ഒരു കാര്യമില്ല മനോജേട്ടാ. അവള് കോൾ എടുക്കണമെന്നുണ്ടെങ്കിലേ അത് ആര് വിളിക്കണമെന്നറിയോ? ആ കൃഷി വിളിക്കണം. അവൻ വിളിച്ചു കഴിഞ്ഞാൽ കൺമണി എന്തായാലും കോൾ എടുക്കും. ശേഷം കൃഷിനോടുള്ള അമർഷം വരുൺ ഇങ്ങനെ പറയുന്നുണ്ട്. അവന്റെ കമ്പനിയിൽ നിന്ന് മാറാൻ ഞാൻ പലതവണ പറഞ്ഞതാ, എന്നിട്ടും അവള് കേട്ടില്ല. മനോജ് ഉടനെ തന്നെ അവള് റിസൈൻ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വരുൺ അതൊന്നും വിശ്വസിക്കുന്നില്ല. അത് നടക്കില്ല. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, അവൾ ഇങ്ങോട്ട് കോള് വിളിക്കുമെന്ന് നോക്കാം, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്നും പറയാണ്. ഞാൻ എന്തായാലും ഒന്നുകൂടെ അവളെ വിളിക്കട്ടെ, അവള് ചിലപ്പോൾ തിരക്കിലായതുകൊണ്ടായിരിക്കും എടുക്കാത്തത്. വരുൺ കൂളായിട്ട് നിൽക്കാനൊക്കെ പറഞ്ഞ് മനോജ് വരുണിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതേസമയം കൺമണി പ്രാർത്ഥനയിൽ പറയുന്നത്, ഞാൻ ചെയ്ത ഈ കാര്യം, ഈ ഒരു തെറ്റ് ചിലപ്പോൾ മറ്റുള്ളവരൊക്കെ പൊറുക്കുമെങ്കിലും കൃഷ് സാറ് പൊറുക്കണമെന്നില്ല. എങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് പറയാണ്, കൃഷ് സാറിനും എന്നോട് പൊറുക്കാൻ തോന്നണേ എന്ന്, എന്നോട് ദേഷ്യമൊന്നും കാണിക്കരുതേ എന്ന്. ഇങ്ങനെയെല്ലാം പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം കൺമണി കണ്ണു തുറക്കുമ്പോഴാണ് ദേ കൃഷ് തന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് കാണുന്നത്. കൃഷിനെ കാണുന്നത് കൺമണിക്ക് അങ്ങോട്ട് അതിശയാവുകയാണ്. കൃഷ് പക്ഷെ പ്രാർത്ഥനയിൽ തന്നെയാണ്. എന്നിട്ട് കൺമണി കൃഷിനെ വിളിക്കുന്നുണ്ട്. കൃഷ് പ്രാർത്ഥനയിൽ നിന്നും പുറത്തു വരുന്നു. ശേഷം ആ സന്തോഷ വാർത്ത, കൃപയ്ക്കുണ്ടായ മാറ്റം, അതിനെപ്പറ്റി കൃഷ് കൺമണിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കൃപ ഇന്ന് കണ്ണു തുറന്നെന്നും ഞാൻ സംസാരിച്ചപ്പോ എന്നോട് പ്രതികരിച്ചെന്നും എന്തായാലും ഇനി കൃപയെ നമുക്ക് തിരിച്ചു കിട്ടുമെന്നും കൃഷ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയാണ് കൺമണിക്ക് മുമ്പില്. കൺമണിക്കും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പിന്നെ ഞാനിപ്പോ വന്നതേ അവളുടെ പേരില് വഴിപാടൊക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാ. കൺമണിയാണ് എല്ലാത്തിനും, കൺമണിയുടെ പ്രാർത്ഥന കൊണ്ടും കൂടെയാണ് അവള് രക്ഷപ്പെട്ടതെന്നും കൂടെ കൃഷ് നന്ദിപൂർവ്വം പറയുന്നുണ്ട്. പെട്ടെന്നാണ് വരുൺ വീണ്ടും വിളിക്കുന്നത്. വരുൺ വിളിക്കുമ്പോ ഫോണിന്റെ വൈബ്രേഷൻ സൗണ്ട് കേട്ടിട്ട് കൃഷി ചോദിക്കുന്നുണ്ട്, ദേ ആരോ വിളിക്കുന്നുണ്ടല്ലോ, വൈബ്രേഷൻ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ എന്ന്. കൺമണിയാണെങ്കിലും ആരാണെന്ന് അറിയാൻ അത് എടുത്തു നോക്കുമ്പോൾ മനോജേട്ടനാണെന്ന് മനസ്സിലാവുകയാണ്. കൃഷിനോടും പറയുന്നുണ്ട്, ദേ മനോജേട്ടനാണ് വിളിക്കുന്നത്. പിന്നീട് കൺമണി കോൾ എടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്നെ കൃഷിന്റെ അടുത്ത് നിന്ന് കുറച്ചങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. എന്നിട്ട് കോൾ എടുത്തിട്ട് ഹലോ പറയുമ്പോൾ മനോജ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, കൺമണി ഞാൻ നിന്നെ കുറെ നേരമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നീ എന്താ കോൾ എടുക്കാതിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്പലത്തിലാണെന്നുള്ള കാര്യം പറയാണ് കൺമണി. ഇത് കേൾക്കുന്നതും വരുണാണെങ്കിൽ മനോജിന്റെ കയ്യിൽ നിന്നും ആ ഫോൺ വാങ്ങിയിട്ട് കൺമണിയോട് സംസാരിക്കാനായി തുടങ്ങുകയാണ്. ഹലോ പറയുമ്പോൾ കൺമണിക്ക് ആരാണെന്ന് മനസ്സിലാവുന്നില്ല, സൗണ്ട് കേട്ടിട്ട് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. വരുണത് വല്ലാത്ത ഫീൽ ആവുന്നുണ്ട്. വരുണിന്റെ സൗണ്ട് കേട്ടിട്ട് പോലും അത് കൺമണി തിരിച്ചറിയുന്നില്ലെന്ന് കാണുമ്പോൾ അയാൾ ആ ദേഷ്യം കൺമണിയോട് പ്രകടിപ്പിക്കുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെന്ന് കൺമണി വീണ്ടും പറയുന്നുണ്ടെങ്കിലും കൺമണിയെ ഒട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല വരുൺ. ശേഷം ചോദിക്കുന്നുണ്ട്, നീ ഇപ്പൊ അവിടെ ഒറ്റയ്ക്കാണോ അതോ നിന്റെ കൂടെ ആ കൃഷി ഉണ്ടോ? ഞാൻ തെറ്റായ അർത്ഥത്തിലൊന്നും അല്ല ഇത് ചോദിച്ചതെന്നും പറയുന്നുണ്ട് വരുൺ. കൃഷി ആണെങ്കിൽ പ്രസാദം വാങ്ങുകയാണ്. പൂജാരി ആണെങ്കിൽ കൺമണിയെ തിരക്കുന്നുണ്ട്. ആ സമയം കൃഷി പറയും, ആ പ്രസാദം എന്റെ കയ്യിൽ തന്നാൽ മതി, ഞാൻ കൺമണിക്ക് കൊടുത്തോളാമെന്ന്. അങ്ങനെ കൺമണിക്കുള്ള പ്രസാദവും കൃഷി തന്നെ വാങ്ങിക്കുകയാണ്. തുടർന്ന് വരുൺ പറയുന്നുണ്ട് കൺമണിയോട്, മനോജേട്ടനുമായിട്ട് കല്യാണ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതോടൊപ്പം കൺമണിയോടുള്ള ആ ഒരു ഇഷ്ടം വരുൺ തുറന്ന് പറയുന്നുണ്ട്. കൺമണിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്നും ആർക്കും ഞാൻ കൺമണിയെ വിട്ടുകൊടുക്കില്ലെന്നും ഒക്കെ വരുൺ പറയുന്നുണ്ട്. വരുൺ ഐ ലവ് യു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ കൺമണിക്കാണെങ്കിൽ ദേഷ്യമാണ് വരുന്നത്. അതേ സമയത്താണ് കൺമണി ഫോണിൽ സംസാരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന കൃഷ് കൺമണിയുടെ നെറ്റിയില് പ്രസാദം തൊട്ടു കൊടുക്കുകയാണ്. ശേഷം കൺമണിക്ക് ഒരു ചിരിയും സമ്മാനിക്കുന്നു. കൺമണിയാണെങ്കിൽ ആകെ അന്തം വിട്ടു നിൽക്കുകയാണ് ഇതൊക്കെ കൊണ്ട്.
അതേ സമയത്താണ് വരുണും ഞാനിപ്പോ കൺമണിയുടെ കൂടെ അമ്പലത്തിലുണ്ടായിരുന്നെങ്കിൽ കൺമണിയുടെ നെറ്റിയിൽ ഞാൻ പ്രസാദം തൊട്ട് തന്നേനെ എന്നൊക്കെ പറയുന്നത്. പിന്നീട് കൺമണിക്കുള്ള പ്രസാദം കൃഷ് കൺമണിയുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് ഞാൻ പോവുകയാണെന്ന് ആംഗ്യം കാണിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. ശേഷം വരുൺ ഞാൻ ഒരു കാര്യം കൂടെ കൺമണിക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്, അത് പക്ഷെ ഇപ്പൊ എന്താണെന്ന് പറയില്ല, കല്യാണം കഴിഞ്ഞിട്ടേ പറയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ തന്റെ കാറിനുള്ളിൽ വെച്ച ആ നോട്ടുകെട്ടുകൾ ഉണ്ടല്ലോ അത് മനോജിന് അങ്ങോട്ട് കൊടുക്കുകയാണ്. താനിപ്പോ നല്ല ഹാപ്പി ആയെന്നും പറഞ്ഞുകൊണ്ട് തന്നെ വരുൺ എന്നിട്ട് ആ കോള് കട്ട് ചെയ്യാണ്. കൺമണിക്കാണെങ്കിൽ വരുൺ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല. മനോജാണെങ്കിൽ വരുൺ ആ പൈസ കൊടുക്കുന്നതും സന്തോഷത്തോടെ അത് കൈപ്പറ്റുന്നുമുണ്ട്. പിന്നീട് കാണിക്കുന്നത് അലികയിലെത്തുന്ന കൺമണി ദേവ്ജിയെ കാണുമ്പോൾ ദേവ്ജിയോട് സാറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് മുഖവില കൊടുക്കുകയാണ്. ദേവ്ജി ആണെങ്കിലും അങ്ങനെ പറയുന്നത് കേട്ട് ഒന്ന് അമ്പരക്കുന്നുണ്ട്. ഇനിയിപ്പോ വീട്ടിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ അതോ ഓഫീസിലെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണോ എന്നൊക്കെ ചിന്തിച്ചു പോകുന്നുണ്ട്. കൺമണിയോട് ചോദിക്കുന്നുണ്ട് എന്താ പറയാനുള്ളതെന്ന്. അപ്പൊ കൺമണി പറയും അത് ഓഫീസിലെ കാര്യം തന്നെയാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് കൺമണി അത് ദേവ്ജിയോട് പറയാൻ ശ്രമിക്കുന്നത്. ആദ്യം തന്നെ പറയുന്നുണ്ട് സാറിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പോലും ശരിക്കും പറഞ്ഞാൽ എനിക്ക് യോഗ്യതയില്ല. സാറിന്റെ മുമ്പിലല്ല, ഈ സ്ഥാപനത്തിന്റെ പടിക്ക് മുമ്പിൽ പോലും വരാനുള്ള യോഗ്യത എനിക്കില്ല. ദേവ്ജി ആണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ കൺമണി അതങ്ങോട്ട് തുറന്നു പറയാണ്, സാർ ഞാൻ നിങ്ങളെ ചതിച്ചു, അലികയെ ഞാൻ ചതിച്ചു സാർ. BR ഡിസൈൻസിന് വേണ്ടിയിട്ട് ആ ഡിസൈൻ ചെയ്തു കൊടുത്തത് താനാണെന്നുള്ള സത്യം കൺമണി ദേവ്ജിയോട് തുറന്നു പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നതും ദേവ്ജി വല്ലാതാവുന്നുണ്ട്. ഗൗരവഭാവത്തിൽ കൺമണിയോടുള്ള ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അതേസമയം കൺമണി പറയുന്നുണ്ട് സാറ് വിധിക്കുന്ന എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ദേവ്ജി പറയും ശിക്ഷ തരേണ്ടത് എന്റെ കടമയല്ല, അത് ചെയ്യേണ്ടത് സാഗറും അതുപോലെ കൃഷും ഒക്കെയാണ്. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞാലേ കൃഷ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതിനപ്പുറത്താണ്. കൺമണിയാണെങ്കിൽ അത് കേട്ട് ആകെ പേടിക്കുന്നുണ്ട്. പിന്നീടാണ് ദേവ്ജി മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം കൺമണിയോട് തുറന്നു പറയുന്നത്. അതായത് കൺമണിയുടെ ചേട്ടൻ തന്നെയാണ് BR ഡിസൈൻസിന്റെ കേരള ചാർജ് എന്നുള്ള കാര്യം ദേവ്ജിക്ക് അറിയാമായിരുന്നു എന്നാണ് ദേവ്ജി പറയുന്നത്. അതും കൂടെ കേൾക്കുന്നതും കൺമണി ആകെ ഞെട്ടിത്തരിക്കുന്നുണ്ട്. അതോടൊപ്പം ദേവ്ജി പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഈ കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൺമണി അലികയെ ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസം തനിക്ക് ഉണ്ടായിരുന്നു എന്ന് ദേവ്ജി പറഞ്ഞപ്പോ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞപ്പോ തനിക്കിത് മനസ്സമാധാനം കിട്ടിയെന്ന് പറയുന്നുണ്ട് കൺമണി. മാത്രമല്ല തനിക്കിനി ഈ കമ്പനിയിൽ തുടരാനുള്ള യോഗ്യതയില്ലെന്ന് ചിന്തിക്കുന്ന കൺമണി ഞാനിവിടെ നിന്ന് ഇനി രാജിവെച്ച് പൊക്കോളാമെന്നും പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട് കേട്ടോ കൺമണി ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്റെ മുന്നിൽ നിൽക്കുന്നതേ ഇതിപ്പോ രണ്ടാമത്തെ തവണയാ. കുറ്റബോധത്തോടെ ചെയ്ത കുറ്റങ്ങളെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട്. അന്ന് മാനസയുണ്ടല്ലോ കൺമണിക്ക് അർഹതപ്പെട്ട അവാർഡ് തട്ടിയെടുത്തപ്പോ ആ സമയം കൺമണി അവിടെ വെച്ച് സ്റ്റേജിൽ പറഞ്ഞു അത് മാനസ വരച്ചത് തന്നെയാണെന്ന്. ദേവ്ജി അതിനെപ്പറ്റി പറയുമ്പോ ആ സംഭവങ്ങളെല്ലാം കൺമണിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്തായാലും പിന്നീട് കൺമണി ആ തെറ്റ് എന്റെ മുമ്പിൽ സമ്മതിച്ചു തന്നു. അതിനുശേഷം ഇപ്പൊ വീണ്ടും കൺമണി മറ്റൊരു തരത്തില് എന്നോട് കുറ്റം ഏറ്റുപറയുന്നു. തുടർന്ന് ദേവ്ജി പറയുന്നുണ്ട് കുടുംബസ്നേഹം കാരണം ഇങ്ങനെ ഒരു തെറ്റ് കൺമണിക്ക് ചെയ്യേണ്ടി വന്നതാണ്. അതെനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കൺമണിയെ മനസ്സിലാക്കുന്നത് പോലെ ചിലപ്പോൾ സാഗറോ അല്ലെങ്കിൽ കൃഷോ ഒന്നും കൺമണിയെ മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല. ഇതെല്ലാം കേൾക്കുന്ന കൺമണിയാണെങ്കിൽ ഞാൻ രാജിവെച്ച് പൊക്കോളാം സാറെന്ന് ദയനീയമായി പറയുന്നുണ്ടെങ്കിലും ദേവ്ജി കൺമണിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് രാജിവെച്ച് പോകുന്നത് അങ്ങനെ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ അല്ലല്ലോ കൺമണി. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തം ചെയ്യണം, അല്ലാതെ രാജിവെച്ച് രക്ഷപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. അതോടൊപ്പം കൺമണിയുടെ ആ നല്ല മനസ്സുകൊണ്ടാണ് എല്ലാം തുറന്നു പറഞ്ഞതെന്ന് വിശ്വസിക്കുന്ന ദേവ്ജി കൺമണിയുടെ ആ സിറ്റുവേഷൻ മനസ്സിലാക്കുകയും പക്ഷെ ഇതിനെല്ലാം കാരണക്കാരനായ ആ ബലരാമൻ അയാളുടെ കുരുട്ടുബുദ്ധിയിലൂടെ കൺമണിയെ ചതിച്ചു എന്നുള്ള കാര്യവും ദേവ്ജി തിരിച്ചറിയുന്നുണ്ട്. അത് കൺമണിയോട് തുറന്നു പറയുന്നുമുണ്ട്. പക്ഷെ ബലരാമന്റെ ഈ കള്ളത്തരങ്ങളൊന്നും വിശ്വസിക്കാതെ സാഗർ ഇപ്പോഴും അയാളുടെ ആ ഒരു ചതിക്കണിയിൽ തന്നെ കുടുങ്ങി കിടക്കുകയാണ് എന്നും പരിതപിക്കുന്നുമുണ്ട്. തുടർന്ന് കൺമണിയാണെങ്കിലും താനായിട്ട് വരുത്തിയ നഷ്ടം താനായിട്ട് തന്നെ പരിഹരിക്കാമെന്നുള്ള രീതിയിൽ ആ ഡൽഹി പ്രോജക്ടിന് വേണ്ടിയുള്ള ഡിസൈൻ ഉണ്ടല്ലോ അതൊന്നുകൂടെ റീസബ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു പോവുകയാണ് ദേവ്ജിയോട്. അതോടൊപ്പം പറയുന്നുണ്ട് ഞാൻ ഇതുവരെ ചെയ്ത ഡിസൈനുകളെല്ലാം ഒരുപാട് സമ്മർദ്ദങ്ങളുടെ പുറത്താണ് ചെയ്തത്. പക്ഷേ ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്ന ആ ഡിസൈൻ പൂർണ്ണ സന്തോഷത്തോടെ അർപ്പണബോധത്തോടെ ഞാൻ ചെയ്യുന്നതായിരിക്കും എന്നിങ്ങനെ ഉറപ്പ് കൊടുക്കുന്നുണ്ട് കൺമണി. ദേവ്ജി ആണെങ്കിലും അപ്പൊ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. കൺമണി നല്ലൊരു ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് ഇത് നമുക്ക് ആലോചിക്കാവുന്നതാണെന്നും ദേവ്ജി ചിന്തിക്കുന്നുണ്ട്. ഞാനിത് നടത്തിയെടുക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു നോക്കാം. പിന്നെ ഇപ്പൊ പറഞ്ഞ കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയണ്ട. മാനസയോട് പോലും ഇത് പറയരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട് ദേവ്ജി. അത് സമ്മതിക്കുന്നുമുണ്ട് കൺമണി. ശേഷം മറ്റൊരു കാര്യം കൂടെ പറയാണ്. അത് വേറെ
വേറൊന്നുമല്ല, സാഗർ സാറിനോടും ഈ കാര്യങ്ങളെല്ലാം ഏറ്റു പറഞ്ഞിട്ട് തനിക്ക് മാപ്പ് ചോദിക്കണം. എന്നാൽ ദേവ്ജിക്ക് അത് സമ്മതമാവുന്നില്ല. ദേവ്ജിക്ക് അറിയാം സാഗർ ഇതൊരിക്കലും ഉൾക്കൊള്ളില്ലെന്ന്. അതുകൊണ്ട് തന്നെ ദേവ്ജി പറയുന്നുണ്ട്, ഇത് കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞല്ലോ, അത്രയും മതി. ദേവ്ജി പിന്നീട് ചോദിക്കുന്നുണ്ട്, അലികയ്ക്ക് വേണ്ടി കൺമണി വീണ്ടും ഒരു ഡിസൈൻ വരയ്ക്കുകയാണെങ്കിൽ മനോജിന്റെ അവസ്ഥ പിന്നെ എന്തായിരിക്കും? എന്നാൽ കൺമണി പറയും, തൽക്കാലം ഞാൻ അതിനെപ്പറ്റിയൊന്നും ആലോചിക്കുന്നില്ല, ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് അലികയെ പറ്റി മാത്രമാണ്. അങ്ങനെയും പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ ദേവ്ജി കൺമണിയോട് ആ കാര്യം കൂടെ ചോദിക്കുകയാണ്. അതായത് ഡൽഹി പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ആ ഡിസൈൻ അത് മാനസയ്ക്ക് പകരം കൺമണിയാണ് വരച്ചത്. ആ ഒരു കാര്യം കൺമണിക്ക് ഇനി സമ്മതിച്ചുകൂടെ? ഇനി അതായിട്ട് എന്തിനാണ് മറച്ചു വയ്ക്കുന്നത് എന്നിങ്ങനെ എടുത്തു ചോദിക്കുമ്പോൾ കൺമണിയാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ തല താഴ്ത്തി നിൽക്കുകയാണ്. ആ സമയം താനെല്ലാം അറിയുന്നുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൺമണിക്ക് കൊടുക്കുകയാണ് ദേവ്ജി. ഇതേ സമയം കൺമണി ദേവ്ജിയോട് സംസാരിച്ചിട്ട് പോകുന്നതൊക്കെ വിദ്യ എങ്ങനെ കാണുന്നുണ്ട്. ഇവര് തമ്മിൽ എന്താണ് സംസാരിക്കുന്നതെന്നൊന്നും വിദ്യ കേട്ടിട്ടില്ല. പക്ഷെ എന്തോ ഒരു സീരിയസ് കാര്യമാണെന്ന് വിദ്യ ഊഹിക്കുന്നുണ്ട്. പിന്നീട് മനോജ് വരുൺ കൊടുത്ത ആ പണം കാണിച്ചിട്ട് അത് തിരികെ കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ ബലരാമൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് കൺമണി ഇനി ഒരിക്കലും വരില്ല എന്ന്. ആ കാര്യം മനോജിനോട് ഓപ്പൺ ആയിട്ട് ചോദിക്കുമ്പോൾ മനോജ് തൽക്കാലം വിചാരിക്കുന്നുണ്ട്, വരില്ല എന്നങ്ങനെ പറയണ്ട, തൽക്കാലം ഒരു കള്ളം പറയാം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൺമണി തൽക്കാലം വരുന്നില്ലെന്നേ ഉള്ളൂ. കാരണം കൺമണിക്ക് അലികയിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തു തീർക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ അവൾ എന്തായാലും വരും. ഇന്ന് കൊണ്ടുവരുമെന്ന് താൻ പറഞ്ഞു, പക്ഷേ അതിനെനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടും കൂടെയാണ് സാറ് തന്ന ഈ പണം ഞാൻ തിരികെ തരുന്നത് എന്നും പറഞ്ഞ് അത് കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ കാലിപൂണ്ട ബലരാമനാണെങ്കിൽ മനോജിനോടുള്ള ദേഷ്യം ക്ലീറ്റസിനെ അടിച്ചുകൊണ്ട് പ്രകടിപ്പിക്കുകയാണ്. എന്നിട്ട് ക്ലീറ്റസിനോടായിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എടാ, ഒരാളെ ജോലിയിൽ വെക്കുമ്പോഴേ അയാളെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ഞാൻ നിന്നോട് പ്രത്യേകം പറഞ്ഞതല്ലേടാ. ഏറ്റെടുക്കുന്ന ജോലിയെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ കഴിവുള്ള ആളാണോ? വാക്ക് പാലിക്കുന്നവനാണോ? സ്ഥാപനത്തോട് കൂറ് കാണിക്കുന്നവനാണോ? ആത്മാർത്ഥത കാണിക്കുന്നവനാണോ എന്നെല്ലാം നീ ചെക്ക് ചെയ്യേണ്ടടാ. ശമ്പളം മാത്രം നോക്കി ആർത്ത് പിടിച്ച് വരുന്നവരെയൊക്കെ ഇങ്ങോട്ട് അടുപ്പിക്കരുതെന്ന് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞതല്ലേടാന്നൊക്കെ മനോജിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയാണ് കേട്ടോ ബലരാമൻ. മനോജിനാണെങ്കിൽ ഇതൊക്കെ കേട്ട് വല്ലാത്ത സങ്കടമാവുന്നുണ്ട്. അവസാനം മനോജ് ബലരാമനോട് പറയാണ്, ഞാൻ ഈ ജോലി റിസൈൻ ചെയ്തോളാം സർ. എന്നാൽ ബലരാമൻ അതിനും സമ്മതിക്കുന്നില്ല. മനോജിന്റെ ഇഷ്ടത്തിന് വരാനും പോവാനും ഇതെന്താ ചന്തയാണെന്ന് കരുതിയോ? തന്നെ ഞാൻ നിയമിച്ചതേ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നോ? കൺമണിയെ ലക്ഷ്യം വെച്ച് മാത്രമാണ്. ബിആറിന് കൺമണിയെ വേണമായിരുന്നു. അലികയിൽ നിന്ന് കൺമണിയെ ഇങ്ങോട്ട് വരുത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ തനിക്ക് ഇങ്ങനെ ഒരു സ്ഥാനം തന്നത്. അല്ലാതെ തന്റെ ബുദ്ധി കണ്ട് നിയമിക്കാനേ. മനോജും ഡിസൈനും തമ്മിൽ എന്താ ബന്ധമെന്നൊക്കെ മുഖത്തടിച്ചതുപോലെ ചോദിക്കുകയാണ് ബലരാമൻ. ഇതൊക്കെ കേട്ട് വല്ലാതായി പോകുന്നുണ്ട് മനോജ്.